എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി വളരെ രസകരമായൊരു ചോദ്യം ചോദിച്ചു. സാറേ, ഈ ഗുണനം, ഈ ഹരണം, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ ഞാൻ ചെയ്തോളാം. ഗുണനം സാറ് ചോദിച്ചോ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഗുണനപ്പട്ടിക ഞാൻ മനഃപ്പാഠമാക്കിയിട്ടില്ല. വേണ്ട, ഗുണനപ്പട്ടിക എന്തിനാ മനഃപ്പാടാക്കുന്നത്? ഞാൻ ഇന്ന് ഈ ക്ലാസ് വിട്ട് പോകുന്നതിന് മുമ്പ് നീ ചില സംഖ്യകളുടെ ഗുണനം പഠിച്ചിരിക്കും. ഏതാ സാർ? 2 ആണോ 1 ആണോ? അല്ല, വലിയ സംഖ്യ. ഏതായിരിക്കും വലിയ സംഖ്യകൾ? ഒരുപാട് വലിയ സംഖ്യകളുണ്ട്. ഞാൻ പറയട്ടെ ഒരു ചെറിയ തമാശ. ഞാൻ ഈ ക്ലാസ് വിട്ടു പോകുന്നതിനേക്കാൾ മുമ്പ് ഈ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും 11ന്റെ ഗുണനം പഠിച്ചിരിക്കും, മനഃപ്പാടമാക്കിയിരിക്കും. അത് കേട്ട് കുട്ടികളൊക്കെ ചെയ്യുന്നത്, സാർ പെട്ടെന്ന് 11ലേക്ക് പോകുന്നത് 7, 8, 9 ഒക്കെ അല്ലേ? ആദ്യം നമുക്ക് 11ന്റെ ഇത് പറഞ്ഞാൽ അതിൻ്റെ രസം അറിയാം. ഗണിതശാസ്ത്രത്തിൻ്റെ രസം. അതെന്താ രസം? ഞാൻ പറഞ്ഞു, 11നെ നിങ്ങൾക്ക് ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഒരു സംഖ്യ പറയൂ. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു 43. 43നെ 11 കൊണ്ട് ഗുണിക്കണം. ഒരു പ്രശ്നവുമില്ല. 43ന്റെ നടുക്ക് 4ഉം 3ഉം കൂട്ടി എഴുതിയാൽ പോരെ? 4ഉം 3ഉം കൂട്ടിയാൽ 7 അല്ലേ? 43ന്റെ നടുക്ക് 7 എഴുതി നോക്കൂ. 473. 25നെ 11 കൊണ്ട് ഗുണിക്കണം. അയ്യോ വേണ്ട, 25 എന്ന് എഴുതിയിട്ട് അതിൻ്റെ നടുക്ക് 2ഉം 5ഉം കൂട്ടി എഴുതി നോക്കൂ. 2ഉം 5ഉം കൂട്ടിയാൽ 7 അല്ലേ? 275. 16നെ 11 കൊണ്ട് ഗുണിക്കണം എന്ന് വിചാരിക്കുക. 16നെ 11 കൊണ്ട് ഗുണിക്കണം. ഞാനീ പറയുന്നതൊക്കെ 11ന്റെ ഗുണനം മാത്രമാണേ. അതല്ലാത്തതൊക്കെ ഞാൻ വേറെ പറഞ്ഞു തരും. 11നെ കൊണ്ട് ഗുണിക്കാൻ എളുപ്പാ. 16നെ 11 കൊണ്ട് ഗുണിക്കാൻ 16 എന്ന് എഴുതി 1ഉം 6ഉം കൂട്ടി, 1ഉം 6ഉം കൂട്ടിയാൽ 7 അല്ലേ? അത് ഈ 16ന്റെ നടുക്ക്, 1ന്റെ 6ന്റെ നടുക്ക് ഞാൻ എഴുതും 176. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ സത്യം പറയണല്ലോ, ചില അക്കങ്ങൾ ഗുണിക്കുമ്പോൾ ഇപ്പം 1ഉം 6ഉം കൂട്ടിയാൽ 7. പക്ഷെ ചിലത് 2 അക്കമുള്ള സംഖ്യ വന്നാലോ? ഞാനൊരു ഉദാഹരണം പറയാം. 47നെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ 47 എന്ന് എഴുതിയിട്ട് 7ഉം 4ഉം കൂട്ടിയ 11 നടുക്ക് എഴുതിയാൽ പോരാ. അപ്പം എന്ത് ചെയ്യണം? 47 എന്ന് എഴുതാം. എന്നിട്ടോ 7ഉം 4ഉം 11ന്റെ 1 നടുക്ക് എഴുതാവൂ. ബാക്കി ഒന്നോ ഇപ്പുറത്തുള്ള 4ന് കൊടുക്കണം. 4ഉം 1ഉം 5, 517. മനസ്സിലായില്ലല്ലേ? ഞാൻ വേറൊന്ന് പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. 57, 5, 7. അതിന് നമ്മൾ 11 കൊണ്ട് ഗുണിക്കുകയാണേ. നമ്മൾ പറഞ്ഞത് പ്രകാരം 5ഉം 7ഉം എഴുതി അതിൻ്റെ നടുക്ക് കൂട്ടി എഴുതിയാൽ മതി. ശരിയാ? 5ഉം 7ഉം എഴുതി 5ഉം 7ഉം 12. 12ന്റെ 2 മാത്രമേ അവിടെ എഴുതാവൂ. ബാക്കി ഒന്നോ അത് ഈ അറ്റത്തുള്ള 5ന് കൊടുക്കണം. 5ഉം 1ഉം 6, 627. അത് ഓർമ്മ വേണം. മറ്റേത് ചെറിയ അക്കങ്ങളാകുമ്പോൾ എളുപ്പമാണ്. വലിയ സംഖ്യകൾ വരുമ്പോൾ ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. അപ്പോൾ 11ന്റെ കളത്രം മനസ്സിലായില്ലേ? 11 കൊണ്ട് നമുക്ക് ഏത് സംഖ്യയും ഗുണിക്കാം. എന്ത് ചെയ്താൽ മതി? ഇപ്പൊ 123. 123നെ 11 കൊണ്ട് ഗുണിക്കണം. 3 അക്കല്ലേ? നമ്മൾ വിചാരിക്കും ഭയങ്കര വിഷമാണ്. ഒന്നുമില്ല, നമുക്ക് 123 എന്ന് എഴുതാം. എന്നിട്ട് ആദ്യം 3 അല്ലേ? അതെ. അടുത്തതോ 3ഉം 2ഉം 5. അടുത്തതോ 2ഉം 1ഉം 3. പിന്നെ 1. കഴിഞ്ഞു. കൂട്ടുമ്പോൾ 2 അക്കമുള്ള സംഖ്യ വന്നാൽ ഒരക്കമേ എഴുതാവൂ കേട്ടോ. എന്നിട്ട് മറ്റേ അക്ക ഇയാൾക്ക്, അടുത്തുള്ള ആൾക്ക് കൂട്ടിക്കൊടുക്കണം. അതൊന്നുകൂടി വ്യക്തമായി തരാം.
78. 7 8 11 കൊണ്ട് ഗുണിക്കണം. സാറ് പറഞ്ഞത് പ്രകാരം 7 8 എഴുതി. 7 8 എഴുതി കൂട്ടി നോക്കിയ 15. 15ന്റെ 5 മാത്രമേ നടുക്ക് എഴുതാവൂ. ബാക്കി ഒന്നോ ഈ അറ്റത്തുള്ള 7-നുള്ളതാ. ആ 7-നോട് 1 കൂട്ടി എഴുതണം. 8 5 8. ഇങ്ങനെ 11ന്റെ കാര്യം മാത്രം എന്താ പറഞ്ഞത്, ഒരു കുട്ടി ചോദിച്ചതുകൊണ്ടാണ്. ഇനി നമുക്ക് ഓരോ സംഖ്യകൾക്കും ഇതുപോലെ എളുപ്പമാർഗങ്ങളുണ്ട്. പക്ഷെ ഈ എളുപ്പമാർഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഒരു വലിയ ചോദ്യ. നല്ല കുട്ടികൾ എപ്പോഴും എങ്ങനെയാ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് എന്തുകൊണ്ട്? നല്ല കുട്ടികളുടെ ലക്ഷണം അതാ. ഏറ്റവും മിടുക്കനായ കുട്ടിയാരാ? പഠിക്കുന്ന കുട്ടി മിടുക്കൻ. ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടി മിടുമിടുക്കൻ.